നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക, മറ്റൊരു വ്യക്തിക്ക് സെക്കൻഡ് ഗസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സംസാരങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക, പൂർണ്ണമായിട്ടും ആശയങ്ങൾ പറഞ്ഞ് നിർത്തി അവസാനിപ്പിക്കുക. സ്പെഷ്യലി റിലേഷൻഷിപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മന്ത് ആയിരിക്കും. മനസ്സ് തുറക്കുന്ന സിറ്റുവേഷൻസ്, അത് തന്നെ നിങ്ങളുടെ പെർസെപ്ഷൻസ് ഒരുപാട് ചേഞ്ച് ചെയ്യും. തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് മാറാനുള്ള ഒരു സാവകാശം ഉണ്ട്. കാർഡ് നമ്പർ 3 നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അത് തന്നെ വേണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്ന് വിട്ടുകൊടുത്തിട്ട് മാറി നിൽക്കേണ്ട ഒരു സമയം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക.